നിരവധി വർഷങ്ങളായി മനുഷ്യർ ആകാശത്തേക്ക് നോക്കി ചിന്തിക്കാറുണ്ട്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? അന്യഗ്രഹ ജീവികൾ അഥവാ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള ജീവജാലങ്ങൾ എന്ന ആശയം നിരവധി കാലങ്ങളായി മനുഷ്യനെ ആകർഷിക്കുന്നു. സിനിമകൾ, പുസ്തകങ്ങൾ, കഥകൾ എന്നിവയിൽ അന്യഗ്രഹ ജീവികൾ ബഹിരാകാശ കപ്പലുകളിൽ ഭൂമിയിലെത്തുന്നതോ നമ്മോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതോ ആയി ചിത്രീകരിക്കാറുണ്ട്. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാമെന്നാണ്. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ പലതിനു ചുറ്റും ഗ്രഹങ്ങളുമുണ്ട്. ഇവയിൽ ചില ഗ്രഹങ്ങൾ ജീവൻ അനുയോജ്യമായിരിക്കാം. അവയിൽ വെള്ളം, ശരിയായ താപനില, അന്തരീക്ഷം എന്നിവ ഉണ്ടായിരിക്കാം. 1977 ഒരു ടെലിസ്കോപ്പ് ബഹിരാകാശത്ത് നിന്നുള്ള ഒരു വിചിത്രമായ സിഗ്നൽ പിടിച്ചെടുത്തു. അതിനെ വൗ സിഗ്നൽ എന്ന് വിളിച്ചു. അത് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പക്ഷേ അത് എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ചിലർ അത് അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ള സന്ദേശമാണെന്ന് കരുതുന്നു. ബഹിരാകാശ ഏജൻസികൾ കൂടുതൽ അറിയാൻ വേണ്ടി ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. ചൊവ്വയിൽ ഭൂതകാലത്ത് വെള്ളമുണ്ടായിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തി. ബഹിരാകാശത്ത് നിന്നുള്ള വിചിത്രമായ ശബ്ദങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടില്ലെങ്കിലും ചിലർ അവർ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലർ ആകാശത്ത് UFOകളെ കണ്ടതായി പറയുന്നു. ഇവയിൽ ഭൂരിഭാഗവും വിമാനങ്ങൾ, ബലൂണുകൾ പോലത്തെ പറക്കുന്ന വസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലത് ഇപ്പോഴും രഹസ്യമായി തുടരുന്നു. അന്യഗ്രഹ ജീവികളെ തേടിയുള്ള യാത്ര തുടരുകയാണ്. പുതിയ ടെലിസ്കോപ്പുകളും ബഹിരാകാശ ദൗത്യങ്ങളും നമ്മെ ശരിയായ ഉത്തരം കണ്ടെത്താൻ സഹായിച്ചേക്കാം. ഒരുപക്ഷെ ഒരു ദിവസം നമുക്കൊരു സിഗ്നൽ ലഭിക്കുകയോ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള ജീവികളെ കണ്ടുമുട്ടാൻ സാധിക്കുകയോ ചെയ്തേക്കാം. അതുവരെ നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് നോക്കി ചിന്തിക്കാം, വേറെ ആരാണ് അവിടെ ഉള്ളത്? അവർ സൗഹൃദപരമായിരിക്കുമോ? അവരും ഇതേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ?